നമ്മുടെ സംസ്ഥാനത്തെ വെറ്റിനറി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി അത് കെട്ടിടങ്ങളിൽ ഉള്ള വെറ്റിനറി ഹോസ്പിറ്റലുകളാണ്. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. ഡോക്ടേഴ്സ് അങ്ങോട്ട് ചെല്ലുകയാണ്. ഒരു ഡോഗ് എവിടെയുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്, ആ കെനലിലേക്ക് ചെല്ലുകയാണ്. പശുക്കൾ എവിടെയുള്ള ഫാം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഡോക്ടേഴ്സ് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ പശുവിന് രോഗമുണ്ടോ എന്ന് പ്രതിമാസം പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അതുപോലെ ആടുകളുണ്ടെങ്കിൽ ആടുകളെ അങ്ങോട്ട് കൊണ്ടുചെല്ലുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ആട്ടുകുട്ടിക്ക് ഒരു അസുഖം വന്നെങ്കിൽ ആട്ടുകുട്ടിക്ക് ആകെ 500 രൂപ വില കാണത്തുള്ളൂ. ഒരു ഓട്ടോയിൽ പിടിച്ച് അല്ലെങ്കിൽ വാഹനം പിടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 1000 രൂപയ്ക്ക് മുകളിൽ അയാൾക്ക് ചിലവ് വരുന്നു. അപ്പോൾ ഇതൊരു പ്രായോഗികമല്ലാത്ത സിസ്റ്റമാണ്. വെറ്റിനറി ഡോക്ടർമാരെല്ലാം തന്നെ പ്രതിമാസം അവർ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ അവർ ആ പഞ്ചായത്തിലോ ആ ബ്ലോക്ക് പഞ്ചായത്തിലോ ഉള്ള എത്ര പക്ഷിമൃഗാദികളുണ്ട് അവിടെ എല്ലാം ചെന്ന് രജിസ്റ്റർ തയ്യാറാക്കി അവയ്ക്ക് കലാകാലങ്ങളിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം അതിനുള്ള മരുന്നുകളും കൊടുത്ത് അങ്ങനെ വേണ്ട വാക്സിൻ വേണമെങ്കിൽ വാക്സിനേഷനും ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിൽ എന്നുണ്ടാകുന്നു ആ സമയത്ത് മാത്രമേ ഇത് കൃത്യതയോടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇത് വെറുതെ ഒരു വഴിപാട് പോലൊരു സിസ്റ്റം മാത്രം